You see a couple sitting by the road holding hands. What will you do next? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാൻഡില സ്റ്റഡി സർക്കിൾ. നമ്മൾ ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡാപ്റ്റബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലും ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലും അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് നടത്തുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് അഡാപ്റ്റബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള അഡാപ്റ്റബിലിറ്റി ക്വസ്റ്റ്യൻസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ആസ് എ പോലീസ് ഓഫീസർ യു നോട്ടീസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് സ്പ്രെഡിങ് കമ്മ്യൂണൽ ഹാട്രഡ് ഓൺ സോഷ്യൽ മീഡിയ യു ഷുഡ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിൽ ഒരു കൂട്ടം വ്യക്തികൾ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പം ആ ഒരു സംഗതി നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ആക്ഷൻ എടുക്കും? നമുക്ക് 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഒന്നാമത് ഇഗ്നോർ ഇറ്റ് ആസ് ഇറ്റ്സ് ഓൺലൈൻ ആക്ടിവിറ്റി. അതൊരു ഓൺലൈൻ ആക്ടിവിറ്റി എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ അത് ഇഗ്നോർ ചെയ്യുക. ബിയിൽ പറയുന്നത് മോണിറ്റർ ദർ ആക്ടിവിറ്റീസ് ആൻഡ് ഗ്യാദർ എവിഡൻസ്. അപ്പം ഇവരുടെ ആക്ടിവിറ്റീസ് നമ്മൾ മോണിറ്റർ ചെയ്യുക, എന്നിട്ട് തെളിവുകൾ ശേഖരിക്കുക. അടുത്തത് സിയിൽ പറയുന്നത് എന്താ? ഇഷ്യൂ എ പബ്ലിക് വാർണിംഗ് എഗെയിൻസ്റ്റ് ഹേറ്റ് സ്പീച്ച്. ഒരു ഇത്തരത്തിലുള്ളൊരു സ്പീച്ചിനെതിരെ ഒരു പബ്ലിക് വാർണിംഗ് നൽകുക. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് അറസ്റ്റ് ദ ഇൻഡിവിജ്വൽസ് ഇമ്മീഡിയറ്റ്ലി. ഇവരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുക. സോ ഈ ഒരു സിറ്റുവേഷൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. മോണിറ്റർ ദെയർ ആക്ടിവിറ്റീസ് ആൻഡ് ഗ്യാദർ എവിഡൻസ്. അതായത് അവരുടെ ആക്ടിവിറ്റീസ് നമ്മൾ നോക്കി ഐഡൻറ്റിഫൈ ചെയ്യുകയും കുറേ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഫർദർ മൂവ്മെൻറ്റിലോട്ട് പോവുക. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത സിറ്റുവേഷൻ നോക്കാം. ആസ് എ പോലീസ് ഓഫീസർ യു നോട്ടീസ് എ ഗ്രൂപ്പ് ഓഫ് ടീനേജേഴ്സ് വാൻഡലൈസിങ് പബ്ലിക് പ്രോപ്പർട്ടി യു ഷുഡ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ളത്, അപ്പം കുറച്ച് ടീനേജേഴ്സ് പൊതുമുതൽ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുകയാണ്. അപ്പോൾ താഴെ നൽകിയിരിക്കുന്നതിൽ ഏത് റിയാക്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഇഗ്നോർ ദം ആസ് ഇറ്റ്സ് ജസ്റ്റ് മൈനർ ഒഫൻസ്. ഒരു മൈനർ ഒഫൻസ് ആണെന്ന് കരുതി ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. ഓപ്ഷൻ ബി ഇൻ്റർവെൻ ആൻഡ് സ്റ്റോപ്പ് ദ വാൻഡലിസം. അപ്പം അവരോട് എന്ത് ചെയ്യുക? ഇടപെട്ടിട്ട് നിങ്ങൾ ഈ ഒരു പരിപാടി നിർത്തണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൊതുമുതൽ നശിപ്പിക്കുന്ന പരിപാടികൾ നിർത്തണം എന്ന് അവരെ എന്ത് ചെയ്യുക? അവരോട് സംസാരിക്കുക. ഓപ്ഷൻ സി കോൾ ഫോർ ബാക്കപ്പ് ബിഫോർ ടേക്കിംഗ് എനി ആക്ഷൻ. അപ്പം എന്തെങ്കിലും ആക്ഷൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ബാക്കപ്പായിട്ട് കുറച്ച് ഫോഴ്സിനെ കൂടെ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരിക എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഡി വാൺ ദം ആൻഡ് ലെറ്റ് ദം ഗോ. ജസ്റ്റ് അവരോട് പോയിട്ട് ഒരു വാണിംഗ് കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത് എന്നാണ് പോവുക. സോ നിങ്ങൾ ഏതായിരിക്കും ഇതിൽ ചൂസ് ചെയ്യുക? അപ്പോൾ ഇത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇൻ്റർവെൻ ആൻഡ് സ്റ്റോപ്പ് ദ വാൻഡലിസം. അടുത്ത സിറ്റുവേഷൻ യു റിസീവ് ആൻ അനോണിമസ് ടിപ്പ് അബൌട്ട് എ പൊട്ടൻഷ്യൽ ത്രെറ്റ് to a public figure who is scheduled to speak at an upcoming high-profile event. The tip includes specific details about a planned attack but lacks concrete evidence. Considering the gravity of the situation and the importance of the event, you should. ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ളത്, ഒരു പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൽ സംസാരിക്കാൻ വരുന്ന VIP, അപ്പം അവർക്കെതിരെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ സൂചന ലഭിക്കുകയാണ്. അപ്പം പിന്നെ ഒരു ആക്രമണം നടക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ കൺഫേം ആണ്. അപ്പം അങ്ങനെ അതിന് പ്രത്യേകിച്ച് തെളിവുകളില്ല, അതായത് എങ്ങനെ നടക്കുന്ന തെളിവുകളൊന്നുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ എയിൽ പറയുന്നത് ക്യാൻസൽ ദ ഇവൻറ്റ് എൻഷുർ സേഫ്റ്റി ഡിസ്പൈറ്റ് ദ പൊട്ടൻഷ്യൽ ബാക്ക്ലാഷ് ആൻഡ് ഇൻകൺവീനിയൻസ്. അതായത് ഈ ഒരു ഭീഷണി ഉള്ളത് കൊണ്ട് ഈ ഒരു പരിപാടി ക്യാൻസൽ ചെയ്യുകയാണെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ബിയിൽ പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റ് ദ ടിപ്പ് ഡിസ്ക്രീറ്റ്ലി ആൻഡ് എൻഹാൻസ് സെക്യൂരിറ്റി മെഷേഴ്സ് കോർഡിനേറ്റിംഗ് വിത്ത് അതർ സെക്യൂരിറ്റി ഏജൻസീസ്. അപ്പം നിങ്ങൾ ബിയിൽ പറഞ്ഞ രഹസ്യമായിട്ട് ഇതിൻ്റെ ടിപ്പ് അന്വേഷിക്കുക. അപ്പോൾ മറ്റ് ഏജൻസികളെയൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ സെക്യൂരിറ്റി ഒന്നുകൂടി ശക്തമാക്കുക. സിയിൽ പറയുന്നത് ഡിസ്മിസ് ദ ടിപ്പ് ആസ് എ പ്രാങ്ക് കോൾ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് കോൺക്രീറ്റ് എവിഡൻസ് ആൻഡ്
കണ്ടിന്യൂ വിത്ത് റെഗുലർ സെക്യൂരിറ്റി മെഷേഴ്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതൊരു പ്രാങ്ക് കോൾ ആണെന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് കോൺഫിഡൻ്റ് ആയിട്ടുള്ള തെളിവുകളൊന്നുമില്ല. അപ്പം സാധാ റെഗുലർ സെക്യൂരിറ്റി ചെക്കപ്പ് നടത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡിയിൽ പറയുന്നത് അലേർട്ട് ദ പബ്ലിക് ഫിഗർ വിത്തൗട്ട് ടേക്കിംഗ് ഫർദർ ആക്ഷൻ പ്ലേസിങ് ദ റെസ്പോൺസിബിലിറ്റി ഓൺ ദം. അപ്പം ഡിയിൽ പറയുന്നത് എന്താണ്, ഈ ഒരു പബ്ലിക് ഫിഗറിനോട് അങ്ങനെ കാര്യം പറയുകയാണ്, ചെറിയൊരു ഭീഷണി ഉണ്ട്, അപ്പം അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ റെസ്പോൺസിബിലിറ്റി ജസ്റ്റ് പറഞ്ഞ് കൈയൊഴിയുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ ഒരു 4 റിയാക്ഷനിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏതായിരിക്കും? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് ഈ ഒരു ഭീഷണി ഉള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, മറ്റുള്ള ഏജൻസീസുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത സിറ്റുവേഷൻ, എ ലാർജ് ക്രൗഡ് ഹാസ് ഗാതേർഡ് ടു പ്രൊട്ടസ്റ്റ് എ കോൺട്രവേഴ്ഷ്യൽ ഗവൺമെൻറ് ഡിസിഷൻ. ആസ് എ പോലീസ് ഓഫീസർ വാട്ട് ഷുഡ് ബി യുവർ അപ്രോച്ച്? അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഗവൺമെൻറ് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഡിസിഷന് മുകളിൽ കുറച്ച് ആൾക്കാർ തടിച്ചുകൂടി പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ്, നിങ്ങൾ പോലീസ് ഓഫീസറാണ്, എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, യൂസ് ഫോഴ്സ് ടു ഡിസ്പേഴ്സ് ദ ക്രൗഡ്. അപ്പം ഫോഴ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഇവരെ അടിച്ചോടിക്കുക, അല്ലെങ്കിൽ ഇവരെ ആ സ്ഥലത്ത് നിന്ന് പറഞ്ഞേക്കാം. ബി, എൻഗേജ് വിത്ത് പ്രൊട്ടസ്റ്റ് ലീഡേഴ്സ് ടു നെഗോഷിയേറ്റ് ദ പീസ്ഫുൾ റെസൊല്യൂഷൻ. അപ്പം ഇതിലെ ലീഡേഴ്സിനോട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഒരു പീസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ വളരെ സൗമ്യമായിട്ട് ഒരു പ്രശ്നം പരിഹരിക്കുക. ഓപ്ഷൻ സി, അലോ ദ പ്രൊട്ടസ്റ്റ് ടു കണ്ടിന്യൂ വിത്തൗട്ട് ഇൻ്റർഫിയറൻസ്. അപ്പം ഈ ഒരു പ്രൊട്ടസ്റ്റിന് പ്രത്യേകിച്ച് ഇടപെടാതെ നിങ്ങൾ ആ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊള്ളുന്ന മൈൻഡിൽ നിൽക്കുക. ഡി, അറസ്റ്റ് ദ പ്രൊട്ടസ്റ്റ് ലീഡേഴ്സ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ പ്രൊട്ടസ്റ്റിന് നേതൃത്വം കൊടുക്കുന്ന ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്യുക. അപ്പം ഇതിൽ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ്, എൻഗേജ് വിത്ത് പ്രൊട്ടസ്റ്റ് ലീഡേഴ്സ് ടു നെഗോഷിയേറ്റ് എ പീസ്ഫുൾ റെസൊല്യൂഷൻ. അതായത് ഈ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ലീഡേഴ്സ് സംസാരിച്ചിട്ട് ഈ ഒരു വ്യക്തമായ സൊല്യൂഷൻ കാണാം, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത സിറ്റുവേഷൻ, എ മേജർ ഫയർ ബ്രേക്സ് ഔട്ട് ഇൻ എ ക്രൗഡഡ് മാർക്കറ്റ് ഏരിയ. ആസ് എ പോലീസ് ഓഫീസർ വാട്ട് ഷുഡ് ബി യുവർ ഇമ്മീഡിയറ്റ് ആക്ഷൻ? ഇപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ക്രൗഡായിട്ടുള്ള മാർക്കറ്റ് ഏരിയയിൽ തീ പിടിച്ചു. അപ്പോൾ നിങ്ങളൊരു പോലീസ് ഓഫീസർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്താണ്? എയിൽ പറയുന്നത് എന്താണ്? ഇവാക്വേറ്റ് ദ ഏരിയ ആൻഡ് കോൾ ഫോർ ഫയർ സർവീസ്. പെട്ടെന്ന് തന്നെ അവിടുത്തെ ആൾക്കാരെ ഒഴിപ്പിക്കുകയും അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയാണ് ചെയ്യുന്നത്. ബി പറയുന്നത് ട്രൈ ടു എക്സ്റ്റിങ്ക്വിഷ് ദ ഫയർ യുവർ സെൽഫ്. അപ്പം ഒറ്റയ്ക്ക് തന്നെ തീ കെടുത്താനുള്ള പരിപാടികൾ നോക്കുക എന്നുള്ളതാണ്. സിയിൽ പറയുന്നത് ഇഗ്നോർ ദ ഫയർ ആസ് ഇറ്റ് ഈസ് നോട്ട് യുവർ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഞാനൊരു പോലീസ് ഓഫീസറാണ്, അപ്പം തീ പിടുത്തുണ്ടെങ്കിൽ ഞാനല്ല നോക്കേണ്ടത്, ഫയർഫോഴ്സ് ആണെന്ന് പറയും, നമ്മൾ തടി തപ്പ എന്ന് പറയും. ഓപ്ഷൻ ഡി, അറസ്റ്റ് എനിവൺ ട്രൈങ് ടു ലീവ് ദ സീൻ. അപ്പം ഈ സീനിൽ നിന്ന്, ആ ഒരു സ്ഥലത്ത് നിന്ന് ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവിടുന്ന് ലീവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ഇതിൻ്റെ ആൻസർ അല്ലെങ്കിൽ ഇതിൻ്റെ റിയാക്ഷൻ എന്താണ്? ഓപ്ഷൻ എ ആണ്, ഇവാക്വേറ്റ് ദ ഏരിയ ആൻഡ് കോൾ ഫോർ ഫയർ സർവീസ്. അടുത്ത സിറ്റുവേഷൻ, യു ആർ എ പോലീസ് ഓഫീസർ, യുവർ ഡ്യൂട്ടി ഈസ് അസൈൻഡ് അറ്റ് ദ സ്റ്റേജ് ഫയർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഡു യു ഹാൻഡിൽ ഫസ്റ്റ്? അപ്പോൾ നിങ്ങളോട് ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളൊരു പോലീസ് ഓഫീസറാണ്, ഇപ്പോൾ ഒരു സ്റ്റേജ് ഫെയർ, നിങ്ങൾ സ്റ്റേജിൻ്റെ അടുത്താണ് നിങ്ങളുടെ ഡ്യൂട്ടി, അല്ലെങ്കിൽ പ്രോഗ്രാമിലാണ് നിങ്ങൾ ഡ്യൂട്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം താഴെ 4 സിറ്റുവേഷൻ നൽകിയിട്ടുണ്ട്, അതിലേതാണ് നിങ്ങൾ ഫസ്റ്റ് ഹാൻഡിൽ ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത്, എ ഡംസ്റ്റർ നെക്സ്റ്റ് ടു ദ മെയിൻ ടെൻറ്റ് പവലിയൻ ഈസ് ഓൺ ഫയർ. അതായത് പവലിയൻ്റെ ടെൻറ്റിൻ്റെ അടുത്ത് ഒരു മാലിന്യ കൂമ്പാരത്തിന് തീ പിടിച്ചു. അപ്പം അത് കെടുത്താനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബിയിൽ പറഞ്ഞത് ദ ഫെറിസ് വീൽ ഈസ് ടെക്ക് ഇൻ മിഡ് എയർ വിത്ത് പീപ്പിൾ സ്റ്റിൽ ഓൺ ഇറ്റ്. ഒരു ഫെറിസ് വീൽ എയറിൽ കുടുങ്ങിയിട്ടുണ്ട്, അതിൻ്റെ പ്രവർത്തനം കുറച്ചേരം നിലച്ചിട്ടുണ്ട്, അപ്പോൾ അതിൽ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ അത് സോൾവ് ചെയ്യാനാണോ പോവുക? ഓപ്ഷൻ സി, എ മാൻ ഡ്രങ്ക് ഹാസ് പാസ്ഡ് ഔട്ട് ആൻഡ് ലൈങ് ബൈ ദ ടിക്കറ്റ് ബൂത്ത്. ടിക്കറ്റ് ബൂത്തിൻ്റെ അടുത്ത് ഒരാൾ വെള്ളം അടിച്ച് ഓഫായിട്ട് കിടക്കുകയാണ്, അയാളെ മാറ്റാനാണോ നിങ്ങൾ പോവുക? ഡി, ദർ ഈസ് ക്രൗഡ് ഫോമിങ് അറൗണ്ട് 2 അൺആർമഡ് ടീനേജേഴ്സ് ഓൺ ഗോയിങ് വിത്ത് ആർഗ്യുമെൻറ്റ്സ്. അപ്പം ഡിയിൽ പറയുന്നത് 2 ടീനേജേഴ്സ്, കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, പക്ഷേ അടുത്തുള്ള ആൾക്കാരായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ ഏതാണ് സോൾവ് ചെയ്യുക?
അപ്പം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. എ ഡംസ്റ്റർ നെക്സ്റ്റ് ടു ദ മെയിൻ ടെൻറ്റ് പവലിയൻ ഈസ് ഓൺ ഫയർ. അതായത് പവലിയൻ്റെ അടുത്തുള്ള മാലിന്യക്കൂമ്പാരം തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അണയ്ക്കാനാണ് നിങ്ങൾ ആദ്യം പോകേണ്ടത്. ബാക്കിയുള്ളതൊന്നും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എ ആണ് നമ്മൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ടത്. നെക്സ്റ്റ് സിറ്റുവേഷൻ, യു ആർ എ കോൺസ്റ്റബിൾ ഇൻ സ്പെഷ്യൽ സെൽ ദാറ്റ് ഡീൽസ് വിത്ത് സൈബർ ക്രൈംസ് ആൻഡ് ഓൺലൈൻ ഫ്രോഡ്സ്. You have been trained in various aspects of cyber security and digital forensics. However, due to a shortage of staff, you are assigned to patrol duty where you have to patrol the streets and respond to emergency calls. You feel that this is a boring and mundane task that does not suit your experience. You should. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ സൈബർ സെക്യൂരിറ്റിയിൽ സൈബർ ക്രൈംസ്, ഓൺലൈൻ ഫ്രോഡ്സ് തുടങ്ങിയ കാര്യങ്ങളിൽ കോൺസ്റ്റബിളാണ്. അതിൽ നിങ്ങൾ സ്പെഷ്യലിസ്റ്റാണ്. അപ്പം അതിൽ വ്യത്യസ്ത തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ നിങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷേ ഒരു സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് വന്ന സമയത്ത് നിങ്ങളെ പട്രോൾ ഡ്യൂട്ടിക്ക് ഇട്ടു, സ്ട്രീറ്റ്സിൽ പട്രോൾ ഡ്യൂട്ടിക്ക് ഇട്ടു. അപ്പം പിന്നെ എമർജൻസി കോൾസൊക്കെ അറ്റൻഡ് ചെയ്യണം. ആ ഒരു ഡ്യൂട്ടി നിങ്ങൾക്ക് ഇട്ടു, അസൈൻ ചെയ്തു. അപ്പം ആ ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്തപ്പോൾ നിങ്ങൾക്കത് വലിയ താല്പര്യം തോന്നിയിട്ടൊന്നുമില്ല, ഒരു ബോറിംഗ് ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ നൽകിയിരിക്കുന്ന റിയാക്ഷനിൽ ഏത് ചൂസ് ചെയ്യും? ഓപ്ഷൻ എ, ഡു ദ പട്രോൾ ഡ്യൂട്ടി ബട്ട് കോൺസ്റ്റൻ്റ്ലി ലുക്ക് ഫോർ ഓപ്പർച്യൂണിറ്റി ടു ടേക്കിംഗ് ലീവ്. അപ്പോൾ നിങ്ങൾ ഈ പട്രോൾ ഡ്യൂട്ടി എടുത്തു, പക്ഷേ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പോകാം എന്നുള്ള മൈൻഡിൽ ആ ഒരു ചാൻസ് നോക്കി നടക്കുകയാണ്. ഓപ്ഷൻ ബി, റിഫ്യൂസ് ടു ഡു ദ പട്രോൾ ഡ്യൂട്ടി ആൻഡ് ഇൻസിറ്റ് ഓൺ സ്റ്റേയിങ് ഇൻ ദ സൈബർ സെൽ. അപ്പം ഈ ഒരു പട്രോൾ ഡ്യൂട്ടി നിങ്ങൾ എടുക്കാതെ നിങ്ങൾ ആ സൈബർ സെല്ലിൽ തന്നെ നിങ്ങൾ ഡ്യൂട്ടി ചെയ്യാൻ തീരുമാനിക്കുകയാണ്. സി, ഡു ദ പട്രോൾ ഡ്യൂട്ടി എൻതൂസിയാസ്റ്റിക്കലി ആൻഡ് ലേൺ ഫ്രം ദ എക്സ്പീരിയൻസ് ആൻഡ് അതർ പട്രോൾ ബെനിഫിറ്റ്സ്. അപ്പം നിങ്ങൾ സന്തോഷത്തോടെ ഈ ഒരു ഡ്യൂട്ടി ഏറ്റെടുത്തിട്ട് അവിടെ നിന്നുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം എന്നൊരു മൈൻഡിൽ നിങ്ങൾ ഈ ഡ്യൂട്ടി ഏറ്റെടുക്കുകയാണ്. ഓപ്ഷൻ ഡി, ഡു ദ പട്രോൾ ഡ്യൂട്ടി റെലിക്കൻ്റ്ലി ആൻഡ് കംപ്ലെയിൻ എബൌട്ട് ഇറ്റ് യുവർ സുപ്പീരിയേഴ്സ് ആൻഡ് കൊളീഗ്സ്. അപ്പം നിങ്ങൾ ഈ ഒരു പട്രോൾ ഡ്യൂട്ടി താല്പര്യമില്ലാണ്ട് എടുക്കുകയും ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞു. അപ്പം ഈ ഒരു 4 റിയാക്ഷനിൽ ഏതായിരിക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. നിങ്ങളുടെ പട്രോൾ ഡ്യൂട്ടി സന്തോഷത്തോടെ എടുക്കുകയും അപ്പോൾ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാമെന്നുള്ളൊരു മെൻറ്റാലിറ്റി സെറ്റാക്കിയിട്ട് നിങ്ങൾ ഈ ഡ്യൂട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത സിറ്റുവേഷൻ, ആൻ ഓഫീസർ വാസ് പോസ്റ്റഡ് ഓൺ ദ റൂട്ട് ഓഫ് ദ ഇമ്പോർട്ടൻ്റ് മൂവ്മെൻറ്റ് ആൻഡ് വാസ് ഓർഡേർഡ് നോട്ട് അലൗ ടു any vehicle to cross the road until the movement was over. An ambulance tries to cross the road when traffic is near. What should the officer do? ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടക്കുകയാണ്, അപ്പോൾ ഒരു പ്രശ്നം നടക്കുകയാണ്. അപ്പം ആ ഒരു സമയത്ത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ മറ്റു വാഹനങ്ങളൊന്നും അതിലെ കടത്തി വിടരുത്. അപ്പം അപ്പോഴാണ് ഒരു ആംബുലൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഇവിടെ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏതാണ്? ട്രാഫിക് ഷുഡ് ബി സ്റ്റോപ്പ്ഡ് ആൻഡ് ആംബുലൻസ് ഷുഡ് ബി അലൗഡ് ടു ക്രോസ് ദ റോഡ്. ഇപ്പോൾ ട്രാഫിക്കിൽ കൂടെ എന്ത് ചെയ്യാം, ട്രാഫിക് നിർത്തിയിട്ട് മറ്റു വാഹനങ്ങളെ നിർത്തിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ആംബുലൻസിനെ കടത്തി വിടാൻ നിങ്ങൾ സഹായിക്കുക. ബി, ദ ഡ്രൈവർ ഷുഡ് ബി ആസ്ക്ഡ് ടു ടേക്ക് അനദർ റൂട്ട്. ഡ്രൈവറോട് പറയാണ് ഇതിലെ പോകാൻ പറ്റില്ല, നിങ്ങൾ മറ്റൊരു റൂട്ടിലൂടെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയുകയാണ്. സി, ദ ആംബുലൻസ് ഷുഡ് ബി സ്റ്റോപ്പ്ഡ് അണ്ടിൽ ദ മൂവ്മെൻറ്റ് ഈസ് ഓവർ. അപ്പോൾ ഇവിടുത്തെ ഒരു മൂവ്മെൻറ്റ് കഴിയുന്നത് വരെ പിന്നെ ആംബുലൻസിനോട് അവിടെ നിർത്തിയിടാൻ വേണ്ടി പറയുകയാണ്. ഡി, ഫോർ സച്ച് സിറ്റുവേഷൻ ദ ഓഫീസർ ഷുഡ് ടോക്ക് ടു ഹിസ് സുപ്പീരിയർ. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹയർ ഓഫീഷ്യലിലേക്ക് വിളിച്ചു ചോദിക്കുകയാണ്. മുകളിലെ ഓഫീസറോട് വിളിച്ച് ചോദിച്ചിട്ട് അതിൻ്റെ ആക്ഷൻ എന്താണ് അവിടുന്ന് പറയുന്നത് കേട്ട് അതിനുശേഷം നിങ്ങൾ റിയാക്ഷൻ എടുക്കുക എന്നുള്ള മെൻറ്റാലിറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിലേതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക? ഒബ്വിയസ്ലി നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഇതിൽ ഫസ്റ്റ് ആണ്. ട്രാഫിക് ഷുഡ് ബി സ്റ്റോപ്പ്ഡ് ആൻഡ് ആംബുലൻസ് ഷുഡ് ബി അലൗഡ് ടു ക്രോസ് ദ റോഡ്. അടുത്ത സിറ്റുവേഷൻ, യു ആർ ആൻ ഇൻസ്പെക്ടർ ഇൻ ക്രൈം ബ്രാഞ്ച് യൂണിറ്റ് ദാറ്റ് ഡീൽസ് വിത്ത് ഓർഗനൈസ്ഡ് ക്രൈംസ് ആൻഡ് ഗാങ്സ്. You have been working in the unit
for the past 3 years. However, due to a policy change, you are transferred to a women's cell where you have to deal with the cases related to women's safety and empowerment. You feel that this is a less challenging and rewarding work. You should. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ക്രൈം ബ്രാഞ്ച് യൂണിറ്റിലെ ഇൻസ്പെക്ടറാണ്. അപ്പോൾ നിങ്ങൾ വലിയ ക്രിമിനൽസിനെയും ഗ്യാങ്സിനെയൊക്കെ ഡീൽ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങളൊരു പോളിസി ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വിമൻസ് സെല്ലുമായി ബന്ധപ്പെട്ട അപ്പോൾ വിമൻസിൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചുള്ളത് വലിയൊരു ചാലഞ്ചിങ് ജോബല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. അപ്പം നിങ്ങൾ അതിൽ നിർബന്ധമായിട്ട് വർക്ക് ചെയ്യാൻ വേണം. അങ്ങനെ ആകുമ്പോൾ നൽകിയിരിക്കുന്ന റിയാക്ഷനിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എയിൽ പറയുന്നത് ആക്സെപ്റ്റ് ദ പോളിസി ചേഞ്ച് ആൻഡ് ട്രൈ ടു മെയിൻറ്റെയിൻ യുവർ കോൺടാക്റ്റ് ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ ക്രൈം ബ്രാഞ്ച് യൂണിറ്റ്. അപ്പോൾ ഈ ഒരു പോളിസി ചേഞ്ച് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയും പക്ഷേ നിങ്ങളെ കോൺടാക്റ്റും നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റൊക്കെ ഈ ക്രൈം ബ്രാഞ്ച് യൂണിറ്റിൽ നിങ്ങൾ, അതായത് പിന്നെ വലിയ ഗ്യാങ്സ്റ്റർ അല്ലെങ്കിൽ വലിയ ക്രൈമൊക്കെ നടക്കുന്ന ക്രൈം ബ്രാഞ്ച് യൂണിറ്റിൽ നിങ്ങളെ ഹോൾഡ് അവിടെയൊക്കെ നിങ്ങൾ അന്വേഷണത്തിൽ ഇടപെടുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ബിയിൽ പറഞ്ഞത് ചാലഞ്ച് ദ പോളിസി ചേഞ്ച് ആൻഡ് ആർഗ്യൂ ദാറ്റ് യുവർ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ആർ ബെറ്റർ സ്യൂട്ടഡ് ഫോർ ദ ക്രൈം ബ്രാഞ്ച് യൂണിറ്റ്. അപ്പം നിങ്ങൾ ഈ ഒരു പോളിസി ചേഞ്ചിനെ ചലഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുകയാണ് എൻ്റെ സ്കിൽസും എക്സ്പീരിയൻസും ഒക്കെ ഇപ്പോൾ ഉള്ളതിന് നല്ലതല്ല, അത് ഈ ഒരു ക്രൈം ബ്രാഞ്ച് യൂണിറ്റിന് തന്നെയാണ് ഏറ്റവും നല്ലത് തുടങ്ങിയ കാര്യം നിങ്ങളവിടെ അറിയിക്കുകയാണ്. ഓപ്ഷൻ സിയിൽ പറയുന്നത് ആക്സെപ്റ്റ് ദ പോളിസി ചേഞ്ച് ആൻഡ് ലുക്ക് ഫോർ വൈസ് ടു ഗെറ്റ് ബാക്ക് ടു ദ ക്രൈം ബ്രാഞ്ച് യൂണിറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഇപ്പോൾ നിങ്ങൾ ഈ പോളിസി ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുകയും പക്ഷേ നിങ്ങൾ പഴയ ക്രൈം ബ്രാഞ്ചിലേക്ക് തന്നെ പോകാനുള്ള വഴികൾ എപ്പോഴും ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കും ചെയ്യുകയാണ്. ഡിയിൽ പറയുന്നത് ആക്സെപ്റ്റ് ദ പോളിസി ചേഞ്ച് ആൻഡ് യൂസ് യുവർ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ടു ഡീൽ വിത്ത് ദ കേസസ് ഇൻ ദ വിമൻസ് സെല്ല്. അപ്പം ഡിയിൽ പറയുന്നത് നിങ്ങളൊരു പോളിസി ആക്സെപ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ സ്കിൽസും എക്സ്പീരിയൻസും ഈ ഒരു വിമൻസിലെ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുക. അതായത് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ എക്സ്പീരിയൻസും ഉപയോഗിക്കുക. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇവിടുത്തെ പോളിസി ആക്സെപ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ സ്കിൽസും എക്സ്പീരിയൻസും ഒക്കെ ഈ ഒരു വുമൻസ് സെല്ല് അവിടുത്തെ കേസിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. അടുത്ത സിറ്റുവേഷൻ, യു ആർ എ സീനിയർ ഇൻസ്പെക്ടർ ഇൻ ചാർജ് ഓഫ് പോലീസ് സ്റ്റേഷൻ ഇൻ എ അടുത്ത സിറ്റുവേഷൻ, യു ആർ എ സീനിയർ അടുത്ത സിറ്റുവേഷൻ യു ആർ എ സീനിയർ ഇൻസ്പെക്ടർ ഇൻ ചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ ഇൻ മെട്രോപൊളിറ്റൻ സിറ്റി. You have been working hard to maintain law and order and prevent crimes in your area. However, due to some administrative reasons, you are transferred to a traffic police unit where you have to manage the traffic flow and enforce the rules. You feel that this is a waste of your skills and experience. You should. ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഇൻചാർജ് ആണ് നിങ്ങൾ. അപ്പം നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ നിങ്ങൾ അവിടുത്തെ ക്രൈംസ്, അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ വളരെ കുറയ്ക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് റീസൺ കൊണ്ട് നിങ്ങളെ ട്രാഫിക് പോലീസ് യൂണിറ്റിലോട്ട് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ അവിടുത്തെ ട്രാഫിക് ഫ്ലോ നിയന്ത്രിക്കാനും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കാനും നിങ്ങളെ വിനിയോഗിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് അപ്പം അങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിൽസും എക്സ്പീരിയൻസും ഒക്കെ വേസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്ഷൻ എ, പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ട്രാൻസ്ഫർ ആൻഡ് ഡിമാൻഡ് ടു ബി റെയിൻസ്റ്റേറ്റഡ് ഇൻ യുവർ പ്രീവിയസ് റോൾ. ഇപ്പം ഓപ്ഷൻ എയിൽ പറയുന്നത് ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ നിങ്ങൾ എതിർക്കുകയാണ്, എന്നെ പഴയ പോസ്റ്റിലോട്ട് തന്നെ മാറ്റണമെന്ന് ഡിമാൻഡ് ചെയ്യുകയാണ്. ബി, ആക്സെപ്റ്റ് ദ ട്രാൻസ്ഫർ ആസ് എ ടെമ്പററി സെറ്റ് ബാക്ക് ആൻഡ് ഹോപ്പ് ടു ഗെറ്റ് എ ബെറ്റർ പോസ്റ്റിംഗ് സൂൺ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫറിനെ ഒരു ടെമ്പററി സെറ്റ് ബാക്കായിട്ട് നിങ്ങൾ കരുതുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് നല്ലൊരു പോസ്റ്റിംഗ് വേറെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ ജോലി ചെയ്യും. സി,
യൂസ് യുവർ ഇൻഫ്ലുവൻസ് ആൻഡ് കോണ്ടാക്ട് ടു ഗെറ്റ് എ ഫേവറബിൾ ട്രാൻസ്ഫർ ടു അനദർ യൂണിറ്റ്. അപ്പോൾ നിങ്ങളുടെ ഇൻഫ്ലുവൻസും നിങ്ങളുടെ കോണ്ടാക്റ്റൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മറ്റൊരു യൂണിറ്റിലോട്ടുള്ള ട്രാൻസ്ഫർ നിങ്ങൾ ശ്രമിക്കും. ഡി, അഡാപ്റ്റ് ടു ദ ന്യൂ റോൾ ആൻഡ് ലേൺ ദ സ്കിൽസ് ആൻഡ് ചാലഞ്ചസ് ഓഫ് ട്രാഫിക് മാനേജ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫർ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയും അവിടുത്തെ സിറ്റുവേഷനായിട്ട് നിങ്ങൾ അഡാപ്റ്റ് ആവുകയും അവിടുന്ന് സ്കിൽസ്, ചാലഞ്ചസ് ഓഫ് ട്രാഫിക് മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ള നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ആക്സെപ്റ്റ് ചെയ്തിട്ട് അവിടെ ജോലി ചെയ്യുന്നു. സോ ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. അഡാപ്റ്റ് ടു ദ ന്യൂ റോൾ ആൻഡ് ലേൺ ദ സ്കിൽസ് ആൻഡ് ചാലഞ്ചസ് ഓഫ് ട്രാഫിക് മാനേജ്മെൻറ്റ്. അടുത്ത സിറ്റുവേഷൻ, യു സീ എ കപ്പിൾ സിറ്റിംഗ് ബൈ ദ റോഡ് ഹോൾഡിംഗ് ഹാൻഡ്സ്. വാട്ട് വിൽ യു ഡു നെക്സ്റ്റ്? ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നത് ഒരു കപ്പിള് കൈ കോർത്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ആസ്ക് ഫോർ ദർ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്. അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് ചോദിക്കുകയാണ്. ബി, ടെൽ ദം ടു ഗോ ടു ദെയർ ഹോം. അപ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾ വീട്ടിൽ പോടുന്ന് പറയുകയാണ്. സിയിൽ പറയുന്നത് ക്യാച്ച് ദം ആൻഡ് പുട്ട് ദം ഇൻ പ്രിസൺ. അവരെ പിടിച്ചിട്ട് എന്താ ജയിലിൽ കൊണ്ടടക്കുക. ഓപ്ഷൻ ഡി, ഇഗ്നോർ ആൻഡ് ലീവ് ദം എലോൺ. ഇതിൽ നിങ്ങൾ ഏത് റിയാക്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം, ഇഗ്നോർ ആൻഡ് ലീവ് ദം എലോൺ. അടുത്ത സിറ്റുവേഷൻ, അൺഫോർച്ചുനേറ്റ്ലി യു ആർ നോട്ട് ഫീലിംഗ് വെൽ ആൻഡ് ഹാവ് ബീൻ അസൈൻഡ് ടു ദ ഇലക്ഷൻ ഡ്യൂട്ടി. വാട്ട് യു ആർ ഗോയിങ് ടു ഡിസൈഡ് ടു? ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞത് നിങ്ങൾ ഫീലിംഗ് നോട്ട് വെല്ലാണ്, നിങ്ങൾക്ക് ചെറിയ അസുഖങ്ങളുണ്ട്. നിങ്ങൾക്കാണ് ഇലക്ഷൻ ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യുക? ഇവിടെ 4 റിയാക്ഷൻ നൽകിയിട്ടുണ്ട്. സ്കിപ്പ് ദ ഡ്യൂട്ടിന്ന് സ്കിപ്പ് അടിക്കുക. ബി, സെൻഡ് സംവൺ എൽസ്, മറ്റാളെങ്കിലും അയക്കുക. ഓപ്ഷൻ സി, ടേക്ക് ലീവ്, അന്ന് ലീവ് എടുക്കുക. ഓപ്ഷൻ ഡി, പൊളൈറ്റ്ലി ഇൻഫോം യുവർ ഇലക്ഷൻ ഡ്യൂട്ടി സൂപ്പർവൈസർ എബൌട്ട് യുവർ ഹെൽത്ത് കണ്ടീഷൻ. നിങ്ങളുടെ ഈ ഒരു ഇലക്ഷൻ ഡ്യൂട്ടി സൂപ്പർവൈസറോട് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ പറയുകയാണ്. ഇതിലേതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്. നിങ്ങളുടെ സിറ്റുവേഷൻ ഈ ഒരു ഇലക്ഷൻ സൂപ്പർവൈസറോട് നിങ്ങൾ കൃത്യമായിട്ട് പറയുകയും അതിനുശേഷം നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്ത സിറ്റുവേഷൻ, എ കോളർ ഈസ് എക്സ്പ്ലെയിനിങ് ഹിസ് ഓർ ഹെർ സിറ്റുവേഷൻ ഇൻ എ ലാംഗ്വേജ് നോട്ട് നോൺ ടു യു. യു വിൽ. ഇവിടെ പറയുന്നത് ഒരാൾ ഫോൺ വിളിക്കുകയാണ്, സ്റ്റേഷനിലേക്ക് ഫോൺ വിളിക്കുകയാണ്. അവരുടെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്, പക്ഷേ അവരുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ടെൽ ദം ടു എക്സ്പ്ലെയിൻ ഇൻ യുവർ പ്രിഫേർഡ് ലാംഗ്വേജ്. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ബി, ട്രാൻസ്ഫർ ദ കോൾ ടു സംവൺ എൽസ്. ഈ ഒരു കോൾ എന്ത് ചെയ്യുക, മറ്റുള്ള ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് ഒഴിവാക്കാം. സി, ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ എക്സ്പ്ലെയിനിങ്. അവരോട് വീണ്ടും പറയാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്താണ് അവർ പറയുന്നത് എന്നുള്ളത്, എന്താണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഡി, ഡിസ്കണക്ട് ദ കോൾ ഡിസ്കണക്ട് ചെയ്യുക. ഇതിൽ നമ്മൾ ഇതിൽ കറക്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ സി ആണ്, ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ എക്സ്പ്ലെയിനിങ്. ഇതിൽ 14ാമത്തെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അത് റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ആർ പ്ലാനിങ് ടു ക്യാച്ച് എ വാണ്ടഡ് ക്രിമിനൽ. ഹൗ ഡു പ്ലാൻ ഓൺ ഡൂയിങ് സോ? ഇവിടെ പറയുന്നത് നിങ്ങളൊരു വാണ്ടഡ് ക്രിമിനലിനെ പിടിക്കാനുള്ള പരിപാടി നോക്കുകയാണ്, പ്ലാനിങ്ങിലൊക്കെയാണ്. നിങ്ങൾ എങ്ങനെ എന്ത് ചെയ്യും? നമുക്കിവിടെ 4 റിയാക്ഷൻ നൽകിയിട്ടുണ്ട്. എയിൽ പറയുന്നത് മേക്ക് ഓൺലി 1 പ്ലാൻ, ഒറ്റ പ്ലാൻ മാത്രം. ബി, മേക്ക് 2 പ്ലാൻസ് ഇൻ കേസ് ദ ഫസ്റ്റ് 1 ഡസ് നോട്ട് വർക്കൗട്ട്. 2 പ്ലാന്, ഒന്നാമത്തത് വർക്കൗട്ട് അല്ലെങ്കിൽ അടുത്ത പ്ലാൻ ഉപയോഗിക്കാം. സി, മേക്ക് 1 പ്ലാൻ ആൻഡ് മേക്ക് ചേഞ്ചസ് ഇൻ ഇറ്റ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. ഒരു പ്ലാനുള്ളൂ, പക്ഷേ അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലാന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുക. ഓപ്ഷൻ ഡി, മേക്ക് നോ പ്ലാൻ അറ്റ് ഓൾ, ഒരു പ്ലാനും ഇല്ലാണ്ടിരിക്കുക. സോ ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഇതിൻ്റെ റിയാക്ഷൻ. മേക്ക് 1 പ്ലാൻ ആൻഡ് മേക്ക് ചേഞ്ച് ഇൻ ഇറ്റ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആ പ്ലാന് ചേഞ്ച് ചെയ്യാം. ഇത്രയാണ് ഈ ഒരു അഡാപ്റ്റബിലിറ്റി ക്വസ്റ്റ്യൻ സെഷൻ 2 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സൈക്കോളജിക്കൽ അനാലിസിസ് ആണ് ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ടെസ്റ്റ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.